നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി UDF സർക്കാരിന്റെ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ്. മിഷൻ സമുദ്ര ഉൾപ്പെടെ സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യ മേഖലകളിലും പുതിയ പദ്ധതികൾ. ഒരുമനയൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തൈക്കടവ് മുഹമ്മദ് മകൻ 55 വയസ്സുള്ള മാളിയേക്കൽ നൌഷാദാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ദേശീയപാത 66 സർവീസ് റോഡിൽ വെച്ചായിരുന്നു അപകടം. വായനയുടെ മഹത്വം സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനാ ദിനം ആചരിച്ച നാട്. വിദ്യാലയങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മറ്റ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. UDF സർക്കാരിന്റെ പുതുയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവെക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി VD സതീശന്റെ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ്. വ്യവസായ നിക്ഷേപം ആകർഷിക്കാനും സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭൂമി ലഭ്യതാ നിയമങ്ങൾ കാലോചിതമാക്കാനുമുള്ള പദ്ധതികളാണ് ബജറ്റ് രേഖയിലുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷത്തിന്റെ പരിരക്ഷ ലഭിക്കും. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വിലയിരുത്തി. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനിക്കായി 600 കോടി വകയിരുത്തിയിട്ടുണ്ട്. 1.69 ലക്ഷം കോടി റവന്യൂ വരവും 2.05 ലക്ഷം കോടി റവന്യൂ ചെലവും 35,355 കോടി റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കേരളത്തെ പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റുന്നതിന് മിഷൻ സമുദ്ര നടപ്പാക്കും. പദ്ധതിക്കായി 400 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 200 കോടിയും വകയിരുത്തി. മലബാറിൽ അന്താരാഷ്ട്ര സൗകര്യങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തി. സുഗന്ധവ്യഞ്ജനങ്ങളും സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണി വികസന സംരംഭമായി ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ലൈറ്റ് മെട്രോ പദ്ധതി കോഴിക്കോടും തിരുവനന്തപുരത്തും സ്ഥാപിക്കും. കൊച്ചിയിൽ നിലവിലുള്ള അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഒരുമനയൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരുമനയൂർ തൈക്കടവ് മുഹമ്മദ് മകൻ മാളിയേക്കൽ നൌഷാദാണ് മരിച്ചത്. 55 വയസ്സാണ്. ഇന്ന് പുലർച്ചെ വില്യംസിന് സമീപം ദേശീയപാത 66 സർവീസ് റോഡിൽ വെച്ചായിരുന്നു അപകടം. നൌഷാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നൌഷാദിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ബ്ലാങ്ങാട് ബീച്ചിൽ പ്രവർത്തിക്കുന്ന സിമന്റ് സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. കുന്നംകുളം നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ നിർമ്മാണ വാഹനങ്ങളുടെ പാതയാകുന്നു. യാത്രക്കാരുടെ ജീവന് ഭീഷണിയെന്ന് പരാതി. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ട് വഴി സ്വകാര്യ നിർമ്മാണ വാഹനങ്ങൾ അനിയന്ത്രിതമായി കടന്നുപോകുന്നത് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വ്യാപാര സമുച്ചയ നിർമ്മാണത്തിനായി കൂറ്റൻ സിമന്റ് മിക്സിംഗ് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ദിവസങ്ങളായി ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെയാണ് കടന്നുപോകുന്നത്. ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുകൂടി ഇത്തരം വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇവിടെ എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണുണ്ടാക്കുന്നത്. നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ മറ്റു വഴികൾ ലഭ്യമാണെന്നിരിക്കെ എളുപ്പത്തിനായി പാർക്കിംഗ് ഗ്രൗണ്ട് അനധികൃതമായി ഉപയോഗിക്കുകയാണ്. നിർമ്മാണ സ്ഥലത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതും ഇതുവഴിയാണ്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ ശ്രദ്ധയിൽപ്പെടാതെ വരുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ഇത് പാർക്ക് ചെയ്യാൻ എത്തുന്നവരുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നുമുള്ള കടുത്ത ആശങ്കയിലാണ്. മുൻപ് ഇതേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ നഗരസഭ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമതിൽ തകർന്നിരുന്നു. അന്ന് കൗൺസിലറായിരുന്ന ബിജു സി ബേബി നഗരസഭയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മതിൽ പുനർനിർമ്മിച്ചു നൽകാൻ നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃതമായി വാഹനം കൊണ്ടുപോകുന്നവർക്കും എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ എത്തുന്നവരുടെ പ്രധാന ആവശ്യം. കടപ്പുറം തൊട്ടാപ്പിൽ സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന മിനി ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. കുട്ടികൾ അപകടം കൂടാതെ രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയാണ് സംഭവം. തൊട്ടാപ്പ് സുനാമി കോളനിക്ക് സമീപത്തായിരുന്നു ഓടിക്കൊണ്ടിരിക്കെ ബസിന്റെ പിൻഭാഗത്തെ ചക്രം ഊരിത്തെറിച്ചത്. വട്ടേക്കാട് PKMH സ്കൂളിലെ കുട്ടികളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്.
കടപ്പുറം പഞ്ചായത്ത് വട്ടാട് സ്കൂളിലെ സ്കൂൾ വണ്ടിയാണ്. 40ഓളം കുട്ടികളായിട്ട് ഇന്ന് രാവിലെ വരുന്ന സമയത്ത് ടയർ ഊരിത്തെറിച്ച് ട്രാൻസ്ഫോമർക്ക് മറിയാൻ പോയ വണ്ടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് ഡ്രൈവർ കൊണ്ടുപോകുന്നതും സ്കൂളുകാരും പഞ്ചായത്ത് അധികാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പോലീസ്. പക്ഷെ വണ്ടി ഇപ്പോഴും ഇവിടെ എടുക്കുന്നതാണ്. വണ്ടിക്ക് ടെസ്റ്റ് ഇല്ല നിലവിൽ. MVD-കാരൊന്നും ഇത് ശ്രദ്ധിക്കണ പോലും ഇല്ല. സ്കൂൾ കുട്ടികളെ സ്കൂൾ വണ്ടി ബിസിനസ് നിലവിൽ ഇവിടെ ആരും ശ്രദ്ധിക്കണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുള്ളത്. ഈ വണ്ടി ഓടാൻ പാടില്ല. നിലവിൽ ടെസ്റ്റ് ഇല്ലാത്ത വണ്ടികളാണ് കുട്ടികളെ കൊണ്ടുപോകണം. ചെറിയ കുട്ടികളെ 7ാം ക്ലാസ് വരെയാണ് വട്ടാട് സ്കൂൾ നിലവിലുള്ളൂ. അവിടുത്തെ വണ്ടിയുടെ അവസ്ഥ കാണണം. അവനക്കൊരു ഉത്തരവാദിത്തം ഇല്ലാന്നാണ് പറയുന്നത് കുട്ടികളെ കൊണ്ടാവും. അതുപോലുള്ള ഡ്രൈവർമാരെ ഏൽപ്പിക്കരുത്, സ്കൂളുകാരെ ഏൽപ്പിക്കരുത്. ഇതൊക്കെ അന്വേഷിക്കേണ്ട ഇവിടുത്തെ മേലുദ്യോഗസ്ഥരാണ്, പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യം അവര് അധികൃതരൊക്കെ നോക്കണം. അതിന് അനാസ്ഥയാണ് ഈ കണ്ടത് ഇവിടെ. സംസ്ഥാന ബജറ്റിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് CITU. കേരളത്തിൽ UDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് തൊഴിലാളി വിരുദ്ധവും മുൻ LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതാണെന്നും ആരോപിച്ചായിരുന്നു CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CITU ഏരിയ കമ്മിറ്റി കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ ഉദ്ഘാടനം ചെയ്തു. KK ശശിധരൻ അധ്യക്ഷനായി, CK വിജയൻ, VG സുബ്രഹ്മണ്യൻ, MK സദാനന്ദൻ, PG സുബിദാസ്, CG മോഹൻദാസ്, KS സദാനന്ദൻ, KS പുഷ്പാകരൻ, PK നൌഫൽ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. ജൂൺ 19 വായനാ ദിനം. വാക്കുകളുടെ വിസ്മയ ലോകത്ത് 75ാം വയസ്സിലും അക്ഷര ജീവിതവുമായി യാത്ര ചെയ്യുകയാണ് N. മൂസക്കുട്ടി. വായനയും എഴുത്തും ജീവിതത്തിന്റെ ധ്യാനമാക്കി അക്ഷരലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന N. മൂസക്കുട്ടി ആവേശത്തോടെയും സമർപ്പണത്തോടെയും മലയാള വിവർത്തന സാഹിത്യരംഗത്ത് പുതുതലമുറയ്ക്ക് പ്രചോദനമാകുകയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് എരമംഗലം ഐരൂർ നാക്കോലക്കൽ വീട്ടിൽ ജനിച്ച മൂസക്കുട്ടി തൃശൂർ ചെമ്പൂക്കാവിലെ വസതിയിലിരുന്നാണ് തന്റെ സാഹിത്യ സൃഷ്ടികൾ തുടരുന്നത്. വെളിയങ്കോട് ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ച അദ്ദേഹം കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദവും സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 8 വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം നാട്ടിലെത്തി പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന അദ്ദേഹം എക്സ്പ്രസ് പത്രത്തിൽ സബ് എഡിറ്ററായും ലേഖകനായും 12 വർഷം പ്രവർത്തിച്ചു. പത്രരംഗത്തെ അനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തെ സമർപ്പിത എഴുത്തുകാരനും വിവർത്തകനുമായി വളർത്തിയത്. ലോക സാഹിത്യത്തിലെ ക്ലാസിക് കൃതികൾ ഉൾപ്പെടെ 100-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വൈജ്ഞാനിക സാഹിത്യം, വിവർത്തനം, ബാലസാഹിത്യം, പുനരാഖ്യാനം തുടങ്ങി വിവിധ മേഖലകളിലായി 140-ലധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ലോക സാഹിത്യത്തിലെ ഏറ്റവും സങ്കീർണമായ നോവലുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ജെയിംസ് ജോയ്സിന്റെ യുലീസസ് ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് N. മൂസക്കുട്ടിയാണ്. ജെയിംസ് ജോയ്സ്, വെർജീനിയ വൂൾഫ്, ട്രോട്സ്കി, ബെർട്രാൻഡ് റസൽ, ഏണസ്റ്റ് ഹെമിംഗ്വേ, ദസ്തയേവ്സ്കി, വിക്ടർ ഹ്യൂഗോ, തോമസ് മൻ, മാക്കിയവെല്ലി തുടങ്ങിയ ലോകപ്രശസ്ത എഴുത്തുകാരുടെ കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. യുലീസസ് വിവർത്തനത്തിന് 2013 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മൂസക്കുട്ടിക്ക് സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതവും വിവർത്തന രംഗത്തെ സംഭാവനകളും ആസ്പദമാക്കി ഒരുക്കിയ വിവർത്തകൻ എന്ന ഡോക്യുമെന്ററി 2024 മുംബൈ ഇന്റർനാഷണൽ ഫിലിം അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ശ്രദ്ധേയമാണ്. ബൽക്കീസാണ് ഭാര്യ. ലണ്ടനിലും ദുബായിലുമായി എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്ന ലുബിൻ, ലാഷിൻ എന്നിവരാണ് മക്കൾ. ഷിഗല്ല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. രോഗം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളെ മുൻനിർത്തി സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തു. ശുചിത്വം ഉറപ്പാക്കുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും യോഗം തീരുമാനിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KH സലാം, കൗൺസിലർ ഷീജ പ്രശാന്ത്, സെക്രട്ടറി ഇൻചാർജ് PP റിഷ്മ, ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M ഷമീർ, സുനിൽ രാജ്, ചാവക്കാട് താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, നഗരസഭ ICDS സൂപ്പർവൈസർ VV ദീപ എന്നിവരും നഗരസഭാ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരും പങ്കെടുത്തു. സ്കൂളുകളിൽ പാലിക്കേണ്ട ശുചിത്വ മാനദണ്ഡങ്ങളെക്കുറിച്ചും കുട്ടികൾക്കിടയിൽ നൽകേണ്ട ബോധവൽക്കരണത്തെക്കുറിച്ചും യോഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകി. അറിവ് വിതച്ച് വിളവെടുക്കുന്ന വായനാപ്രേമിയായ കാർഷിക വിദഗ്ധൻ KS രാജേന്ദ്രൻ വായനാ ദിനത്തിൽ വേറിട്ട കാഴ്ചയാകുന്നു. പുസ്തകങ്ങളോടുള്ള സ്നേഹവും കൃഷിയോടുള്ള സുഗന്ധവും നെഞ്ചിലേറ്റിയാണ് ചാലിശ്ശേരി പെരുമണ്ണൂർ ചിദംബരം വീട്ടിൽ KS രാജേന്ദ്രൻ വ്യത്യസ്തനാക്കുന്നത്. 63-ാം വയസ്സിലും വായനയെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന അദ്ദേഹം അക്ഷരങ്ങളെയും കൃഷിയെയും ഒരുപോലെ സ്നേഹിച്ചാണ് സഞ്ചരിക്കുന്നത്. 2009-ലാണ് രാജേന്ദ്രൻ ചാലിശ്ശേരിയിലെത്തിയത്.
എന്നാൽ വായനയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അതിനും പതിറ്റാണ്ടുകൾ മുമ്പേ ആരംഭിച്ചതാണ്. കോഴിക്കോട് തിരുവണ്ണൂർ ലൈബ്രറിയുമായുള്ള ബാല്യകാല ബന്ധമാണ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹത്തെ കൈപ്പിടിച്ചുയർത്തിയത്. അവിടെ നിന്ന് ആരംഭിച്ച വായനാശീലം ഇന്നും മുടങ്ങാതെ തുടരുകയാണ്. ഒരു പുസ്തകം വായിച്ചു തീർന്നാൽ അടുത്ത പുസ്തകത്തിനായുള്ള കാത്തിരിപ്പ് ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പതിവാണ്. കല, സാഹിത്യം, സംസ്കാരം, കൃഷി, പരിസ്ഥിതി തുടങ്ങി വിവിധ മേഖലകളിലായി 500-ലധികം പുസ്തകങ്ങൾ വീട്ടിൽ അമൂല്യമായ സൂക്ഷിപ്പിലുണ്ട്. ഇടശ്ശേരി, വൈലോപ്പിള്ളി, പി. കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ കവിതകളാണ് ഏറെ ഇഷ്ടം. പ്രകൃതിയെയും ഗ്രാമജീവിതത്തെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ കൃതികൾ വഴികാട്ടിയെന്ന് അദ്ദേഹം പറയുന്നു. പുസ്തകം വായന എന്ന് മാത്രമല്ല, പ്രകൃതിയെയാണ് വായിക്കേണ്ടത്. പ്രകൃതിയെ വായിക്കുന്നതാണ് പുസ്തകത്തിലൂടെ നമ്മളിലൂടെ പ്രകാശിതമാകേണ്ടത്. സ്വാഭാവികമായും ഈ പ്രകൃതിയെ, ഭൂമിയെ സ്നേഹിക്കുക, കൂടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുക. ചാലിശ്ശേരി പെരുമണ്ണൂർ പാടശേഖര സമിതിയുടെ പ്രസിഡന്റായ അദ്ദേഹം കാർഷിക മേഖലയിലും സജീവ സാന്നിധ്യമാണ്. കൃഷിയെക്കുറിച്ചുള്ള പുതിയ അറിവുകളും പരിസ്ഥിതി സൗഹൃദ ആശയങ്ങളും കണ്ടെത്താൻ ഇന്നും പുസ്തകങ്ങളെയാണ് രാജേന്ദ്രൻ ആശ്രയിക്കുന്നത്. പുസ്തകത്താളുകളിൽ നിന്ന് പാടവരമ്പുകളിലേക്ക് നീളുന്ന രാജേന്ദ്രന്റെ ജീവിതയാത്ര അറിവും അധ്വാനവും കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ തെളിവുകൂടിയാണ്. കാർഷിക സസ്യ സംരംഭകയായ സുജാതയാണ് ഭാര്യ. സോപാന പഞ്ചവാദ്യ സംഘത്തിലെ കൊമ്പ് കലാകാരി എന്ന നിലയിലും ഇവർ ശ്രദ്ധേയയാണ്. മനസ്സിന്റെ പ്രകാശം, ആ പ്രകാശം തേടിയുള്ള യാത്രയാകണം, ആ പ്രകാശത്തിലേക്കുള്ള ഗതിയാവണം നമ്മുടെ വായനയിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. ലോകത്തെ സ്നേഹിക്കുക, സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുക, ചുറ്റുമുള്ള മനുഷ്യരെയും സ്നേഹിക്കുക, എല്ലാ ജീവികളെയും സ്നേഹിക്കുക, പരിസ്ഥിതിയെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെതാവട്ടെ വായനാ ദിനം, അതിലൂടെയുള്ള വളർച്ച. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന പൂപ്പൊലി 2026-27 ചെണ്ടുമല്ലി തൈകളുടെ നടീൽ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ AV ബിജിത, സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ CG ജോൺ, PM സജി, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീജ സുരേഷ്, പഞ്ചായത്ത് മെമ്പർമാർ, നിർമാതളം JLG ഗ്രൂപ്പ് പ്രസിഡന്റ് സുമന സുഗതൻ, കൃഷി അസിസ്റ്റന്റ് NV രജനി തുടങ്ങിയവർ സംസാരിച്ചു. നിർമാതളം JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മങ്ങാട് മുരളീധരൻ നമ്പീശന്റെ സ്ഥലത്താണ് പൂക്കൃഷി നടത്തുന്നത്. ചെണ്ടുമല്ലി കൃഷിയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നീർമാതളം എന്ന JLG ഗ്രൂപ്പാണ് നമ്മളിന്നിവിടെ കൃഷി ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഗ്രൂപ്പുകൾ ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് ഓണക്കാലമാകുമ്പോഴേക്കും സമൃദ്ധമായ പൂക്കൾ കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് എത്തിക്കുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള പദ്ധതി കൂടിയാണിത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 പദ്ധതി പ്രകാരം സ്കൂൾ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങളുടെ വിതരണവും എരുമപ്പെട്ടി LP സ്കൂളിൽ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർമാരായ PM സജി, CG ജോൺ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VV വിവേക്, രാജി സോമൻ, മെമ്പർമാർ PTA പ്രസിഡന്റ് PT സുശാന്ത്, MPTA പ്രസിഡന്റ് സിനി ഷാജു, പ്രധാനാധ്യാപിക KS സുജിനി എന്നിവർ സംസാരിച്ചു. പാനകലാരംഗത്തെ പ്രമുഖൻ ഗംഗാധരൻ നായർ അന്തരിച്ചു. പാനകലയുടെ പാരമ്പര്യം തലമുറകളിലേക്ക് പകർന്നു നൽകിയ ഗംഗാധരൻ നായരുടെ വിയോഗം മലബാറിന്റെ ആചാരകല, വാദ്യകലാരംഗത്തിന് തീരെ നഷ്ടമാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തി. മലബാറിലെ അപൂർവമായ ആചാര കലാരൂപമായ പാനയുടെ പ്രമുഖ ആചാര്യനും വാദ്യകലാകാരനുമാണ് ആലങ്കോട് ഇല്ലത്തുവളപ്പിൽ ഗംഗാധരൻ നായർ. 68 വയസ്സായിരുന്നു. പെരുമുക്ക് കാരക്കാട് ഭഗവതി ക്ഷേത്രം, ശുഗപുരം കുളങ്ങര ഭഗവതി ക്ഷേത്രം തുടങ്ങിയ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം ഇന്നു നിലനിൽക്കുന്ന പാന വഴിപാടിന്റെ മുഖ്യശില്പികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പാനകലയിൽ പ്രാവീണ്യം നേടുന്നതിനാവശ്യമായ ഷഡ്പദങ്ങൾ പൂർണ്ണമായി അഭ്യസിച്ച ഗംഗാധരൻ നായർ വർഷങ്ങളോളം വിവിധ ക്ഷേത്രങ്ങളിൽ പാന അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രശസ്ത പാനയാശാനായിരുന്ന പിതാവിന്റെ പാരമ്പര്യം പിന്തുടർന്ന അദ്ദേഹം തായമ്പകയിലും ചെണ്ടമേളത്തിലും കഴിവു തെളിയിച്ചിരുന്നു. ഡബിൾ തായമ്പകയിലെ മികവിലൂടെ വാദ്യകലാരംഗത്ത് ശ്രദ്ധേയനായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ വിവിധ ക്ഷേത്രങ്ങളിൽ ചെണ്ടമേള സംഘങ്ങളോടൊപ്പം സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഗംഗാധരൻ നായരുടെ ജ്യേഷ്ഠ സഹോദരനും പ്രശസ്ത പാനയാശാനും തായമ്പക കലാകാരനുമായിരുന്ന പരേതനായ കുട്ടൻ നായരുടെ കുടുംബവും ഗംഗാധരൻ നായരുടെ മക്കളും ഇന്ന് വാദ്യകലാരംഗത്ത് സജീവമാണ്. തായമ്പക, പഞ്ചവാദ്യം, പാന എന്നിവയുടെ പാരമ്പര്യം നിലനിർത്തുന്നതിനൊപ്പം നിരവധി ശിഷ്യർക്ക് അദ്ദേഹം പരിശീലനവും നൽകിയിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. സാവിത്രി ഭാര്യയും സന്തോഷ് ആലങ്കോട്, അജിത് ആലങ്കോട്, ആതിര എന്നിവർ മക്കളുമാണ്.
ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശന കർമ്മം നടന്നു. തൃശൂർ എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി പ്രകാശന കർമ്മം നിർവഹിച്ചു. 25 വർഷം മുൻപ് 2002 ഏപ്രിൽ 4-ന് ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും സുരേഷ് ഗോപിയായിരുന്നു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ അധ്യക്ഷനായി. ബ്രാഞ്ച് സെക്രട്ടറി MM മൂസിൻ, ട്രഷറർ MK മുഹമ്മദ് ബഷീർ, ആക്ട്സ് ഭാരവാഹികളായ VA ജെന്നിഫർ, KM ഷാഹുൽ ഹമീദ്, KA ഡേവിസ്, ടോണി ചിറ്റ്ലപ്പള്ളി, കിഷോർ പുത്തൂർ, RP ഷാജി, അനിൽ തലക്കോട്ടുകര, മാനേജർ MK ചന്ദ്രൻ, ലോഗോ ഡിസൈനർ പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വായനയുടെ മഹത്വം സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനാ ദിനം ആചരിച്ച നാട്. വിദ്യാലയങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മറ്റു കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. വായനാ ദിനത്തിന്റെ ഭാഗമായി പുന്നൂർകുളം ഗ്രാമപഞ്ചായത്തിലെ ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുത്ത 4 വായനശാലകൾക്ക് സൗജന്യ ദിനപത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, മെമ്പർമാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ്, ഷിമോദ് കാട്ടുശ്ശേരി, സെലീന മൊയ്തീൻ, സീന സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അസ്കർ അറക്കൽ, ലൈബ്രറി കൗൺസിൽ പ്രതിനിധി ബിനീഷ് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണവും ഉണ്ടായി. സാക്ഷരതാ പ്രേരക് ബിജോയ് പുസ്തകം ഏറ്റുവാങ്ങി. ലൈബ്രറി കൗൺസിൽ തെരഞ്ഞെടുത്ത തൂലിക, ക്രിയേറ്റീവ് സ്മരണ, സപര്യ എന്നീ പഞ്ചായത്തിലെ 4 വായനശാലകൾക്കാണ് സൗജന്യമായി ദിനപത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. 4 വ്യത്യസ്ത പത്രങ്ങളാണ് എല്ലാ ദിവസവും പദ്ധതിയുടെ ഭാഗമായി വായനശാലകളിലെത്തുക. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ സ്വാഗതവും ലൈബ്രറിയൻ രമേശ് നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് ജീവനക്കാരും സാമൂഹ്യ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിൽ തിപ്പലശ്ശേരി ALP സ്കൂളിലെ 25ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം KSSPU ചൊവ്വന്നൂർ ബ്ലോക്ക് രക്ഷാധികാരി ഉണ്ണികൃഷ്ണ പണിക്കർ നിർവഹിച്ചു. കടവല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പോസ് മറ്റത്തിൽ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KA ശക്തിധരൻ മാസ്റ്റർ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ശ്രീമതി ടീച്ചർ, തങ്കമ്മ, വനിതാവേദി കൺവീനർ CK പാർവതി, വേലായുധൻ, VI സഹദേവൻ എന്നിവർ പങ്കെടുത്തു. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ ഓരോ ക്ലാസ് മുറികളിലും ഒരുക്കിയ ക്ലാസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളിയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരി ശ്രീദേവി കടവല്ലൂരും നിർവഹിച്ചു. സ്കൂൾ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് MA അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥിനി അനായ കൃഷ്ണ വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MS സഹറ ഫാത്തിമ വായനാദിന സന്ദേശം വായിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അക്ഷരജ്യോതി കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം PTA പ്രസിഡന്റ് MA അഭിലാഷ് നിർവഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്വിസ് മത്സരങ്ങളിൽ LP വിഭാഗത്തിൽ അദ്വൈത് R നായർ 1ാം സ്ഥാനവും ദിയ ഫാത്തിമ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ അഹമ്മദ് സൗദ് 1ാം സ്ഥാനവും അക്ഷിത് K അഭിലാഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഫസ്റ്റ് സീനിയർ അസിസ്റ്റന്റ് പാർവതി ടീച്ചർ വിതരണം ചെയ്തു. അധ്യാപകരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രധാനാധ്യാപിക PV ഷീബ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സബ്ന ടീച്ചർ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. NSS യൂണിറ്റും NCC യൂണിറ്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗ പരിശീലനവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. NCC പ്രോഗ്രാം ഓഫീസറായ ലഫ്റ്റനന്റ് മിനി TJ, NSS പ്രോഗ്രാം ഓഫീസർ നിധിഷ VJ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MF അക്വ ഫ്രഷ് കമ്പനിയുടെ സഹകരണത്തോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ജലശുദ്ധീകരണ യന്ത്രം നൽകി. സൂപ്രണ്ടിംഗ് ഓഫീസിൽ നടന്ന ചടങ്ങ് MF അക്വ ഫ്രഷ് കമ്പനി CEO TS ഇർഫാനിൽ നിന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KK അനിൽ രാജ്, സൂപ്രണ്ട് ലിജോ J കൊള്ളന്നൂർ എന്നിവർ ചേർന്ന് ശുദ്ധീകരണ യന്ത്രം ഏറ്റുവാങ്ങി. ഹെൽത്ത് എഡ്യൂക്കേറ്റർ AS മഹമ്മൂദ്, RMO ഡോക്ടർ അലി ഷാബിദ്, കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ N ഷാജി തോമസ്, കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, തൃശൂർ മെഡിക്കൽ കോളേജ് NGO യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി VR വിനോദ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം മുണ്ടത്തിക്കോട് അരയാളത്തിൽ അരവിന്ദ് അക്ഷപ്പണിക്കർ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. കരുമത്തിൽ സരോജിനിയമ്മ ഭാര്യയും ഗോപി, അനിത എന്നിവർ മക്കളുമാണ്. വെസ്റ്റുമങ്ങാട് പട്ടിപ്പാറ മാധവിയമ്മ മകൻ ഹരിദാസൻ നായർ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം പാമ്പാടി അയ്യർമഠം ശ്മശാനത്തിൽ നടത്തി. മഠത്തിൽ സുമ ഭാര്യയും ഹിമ, ഹേമന്ത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയുഗ കേരളം എന്ന സ്വപ്നത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനുള്ള പ്രഖ്യാപനവുമായി UDF സർക്കാരിന്റെ 2026-27 വർഷത്തെ പരിഷ്കരിച്ച ബജറ്റ്. മിഷൻ സമുദ്ര ഉൾപ്പെടെ സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യ മേഖലകളിലും പുതിയ പദ്ധതികൾ. ഒരുമനിയൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തൈക്കടവ് മുഹമ്മദ് മകൻ 55 വയസ്സുള്ള മാളിയേക്കൽ നൌഷാദാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ദേശീയപാത 66 സർവീസ് റോഡിൽ വെച്ചായിരുന്നു അപകടം. വായനയുടെ മഹത്വം സമൂഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനാ ദിനം ആചരിച്ച നാട്. വിദ്യാലയങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, മറ്റു കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.